ഇപ്പോൾ പ്രേക്ഷകർ ആഷ്മി ഞാനിപ്പോൾ വരാം ആഷ്മിക്ക് അടുത്തേക്ക്. ഇപ്പോൾ നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ അമല ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ്. സൂരജ് സജി ഇപ്പോൾ നമുക്കൊപ്പം ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഈ ഗായകൻ്റെ ചേതനയേറ്റ ശരീരം നമുക്ക് മലയാളികൾക്ക് താങ്ങാൻ കഴിയുന്ന ദൃശ്യമല്ല ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ജയേട്ടൻ. ഒരുപക്ഷെ ഒരല്പം മുമ്പ് വരെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഗായകൻ, അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ സാന്നിധ്യം ഒരുപക്ഷെ നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൂരജ് സജി കൂടെ തൃശ്ശൂർ അമല ആശുപത്രിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ സൂരജ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് ജീവനോടെ കണ്ട മലയാളിയുടെ പ്രിയപ്പെട്ട ഭാവഗായകനാണ്. അത് ആ ഭാവഗായകന്റെ ചേതനയേറ്റ ശരീരമാണ് ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് മാറ്റുന്നത്. അമല ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ മൃതശരീരം ഉണ്ടായിരുന്നത്. ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ഇന്ന് രാത്രി ഈ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ ഈ മൃതദേഹം സൂക്ഷിക്കും. നാളെ രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുക. രാവിലെ 8 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 5:30 വരെ, അതായത് തൊണ്ട വരളുന്നു, അതുകൊണ്ട് ഒരു നാരങ്ങാമിഠായി വേണം എന്ന് പറഞ്ഞ് വൈകുന്നേരം 5:30 ഒരു നാരങ്ങാമിഠായി വാങ്ങി കഴിച്ചതാണ് പി ജയചന്ദ്രൻ. അതിനുശേഷം അദ്ദേഹം ഊർജ്ജസ്വലനായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വൈകുന്നേരം 6:30 ഉണ്ടാകുന്ന ശ്വാസതടസ്സം 7 മണിയോടുകൂടി അത് കലശലാകുന്നു. പിന്നീട് ഈ CPR അടക്കം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നൽകിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ശ്വാസതടസ്സം കലശലായതിനെ തുടർന്നാണ് ഈ അമല ആശുപത്രിയിൽ എത്തിക്കുന്നതും 7:54 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതും. ആ മൃതദേഹമാണ്, അദ്ദേഹത്തിന്റെ ചേതനേറ്റ ശരീരമാണ് ഇപ്പോൾ ഈ അമല ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുന്നത്. ഇന്ന് രാത്രി മുഴുവൻ ഈ മൃതദേഹം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കും എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 8 മണിയോടുകൂടി പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം പൂങ്കുന്നത്തെ വീട്ടിലായിരിക്കും ഈ പൊതുദർശനം ഉണ്ടാവുക. 10 മണിക്ക് സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ ഈ മൃതദേഹം പിന്നീട് പൊതുദർശനത്തിനായി വെക്കും. അത് അവിടെ എത്തുന്ന ആളുകൾക്ക് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനം ഉണ്ടാകുക 10 മണി മുതൽ റീജിയണൽ തിയേറ്ററിലായിരിക്കും. പിന്നീട് 12 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടായിട്ടുള്ള ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സംസ്കാരത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് SKN ഈ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം.